ഓണം എക്സാമിന് ഒന്നും പഠിക്കാത്തവർക്ക് ഒരു 32 മാർക്ക് ഒപ്പിക്കാൻ ഈ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഇതിൽ ചോദ്യമുണ്ട്, ഉത്തരവുണ്ട്. ഇതിന്റെ ക്ലാസ്സും അതിന്റെ നോട്ടും വെച്ച് നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് ഈ ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം ബാക്കി ചോദ്യങ്ങൾ നോക്കിയാൽ മതി. ലാസ്റ്റ് മൊമെന്റ് ആണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 4th ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില കുട്ടികൾക്ക് 4th ചാപ്റ്റർ എക്സാമിന് ഉണ്ടാവാൻ സാധ്യതയില്ല. അവർക്ക് എന്ത് ചെയ്യാം, മേ ബി അതൊന്ന് സ്കിപ്പ് ചെയ്യാം. അത് ഞാൻ ആദ്യമേ പറയുന്നു. അപ്പോൾ 4th ചാപ്റ്ററിൽ ഹൗ ടു കൺവേർട്ട് ഗാൽവനോമീറ്റർ ഇൻടു അമ്മീറ്ററും അതേപോലെ ഗാൽവനോമീറ്റർ ഇൻടു വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടാവും. ഷുവർ ആണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കുക. വളരെ സിമ്പിൾ ആണ്. ഒരു ഗാൽവനോമീറ്ററിന് പാരലലായി ഒരു ഷണ്ട് റെസിസ്റ്റൻസ് അഥവാ ലോ റെസിസ്റ്റൻസ് പാരലലായി കൊടുക്കുക. അത് അതുപോലെ എഴുതി വെക്കണം. A galvanometer can be converted into ammeter by connecting a low resistance called shunt resistance parallel to it. ഇനി അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുക. അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ടാവും. വളരെ സിമ്പിൾ ആണ്. അവിടെ പാരലൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ അക്രോസ് ഉള്ള വോൾട്ടേജും ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് എങ്ങനെയാ കാണുക? V is equal to I into R എന്ന് പറഞ്ഞ ലോജിക്കാണ്. അപ്പോൾ അവിടുത്തെ കറണ്ട് എത്രയാ? IG ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് RG. IG ഇൻറ്റു RG. അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. ആ കറണ്ട് എത്ര ആയിരിക്കും? ഇവിടെ വരുന്നത് കറണ്ട് I, അങ്ങോട്ടുള്ള കറണ്ട് IG ആണെങ്കിൽ ബാക്കി വരുന്ന കറണ്ട് I മൈനസ് IG ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് S എന്നാണ് കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു I മൈനസ് IG ഇൻറ്റു S എന്ന് എഴുതി വെക്കുക. ഇത് വെച്ചുള്ള കുഞ്ഞു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ തന്നെ വോൾട്ട് മീറ്റർ ആയി കൺവേർട്ട് ചെയ്യുന്നതും ചോദിക്കും. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ടു വോൾട്ട് മീറ്റർ എഴുതി വെച്ചേക്കണേ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? വളരെ സിമ്പിൾ ആണ്. അവിടെ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ V ഈക്വൽ ടു IR അത് പറഞ്ഞാൽ അതേ ലോജിക്ക് തന്നെയാണ്. അപ്പൊ അവിടുത്തെ വോൾട്ടേജ് V, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു അവിടുത്തെ കറണ്ട് IG എന്ന് എടുക്കാം. കാരണം ഗാൽവനോമീറ്ററോട് ഒഴുകുന്ന അതേ കറണ്ടാണ് IG ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും? നമ്മൾ കണക്ട് ചെയ്യുന്ന ഹൈ റെസിസ്റ്റൻസും അതേപോലത്തെ അവിടെ നമ്മളുടെ ഇയാളുടെ റെസിസ്റ്റൻസും ആരുടെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസും സീരീസ് ആണ്. അപ്പം IG ഇൻറ്റു R പ്ലസ് RG സീരീസ് ആയതുകൊണ്ട് തന്നെ ഈ ഹൈ റെസിസ്റ്റൻസ് ആറും ഇയാളുടെ റെസിസ്റ്റൻസും സീരീസ് ആയിരിക്കും. അപ്പോൾ R പ്ലസ് RG എന്ന് എഴുതി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഉറപ്പാണ് ചോദിച്ചിരിക്കും കേട്ടോ. ഇനി അടുത്തതാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്ന ഡെഫിനേഷൻ നിങ്ങളോട് ചോദിക്കും. 2nd ചാപ്റ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്താണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്? ഇക്യൂ പൊട്ടൻഷ്യൽ പേരിൽ തന്നെ ഉണ്ട്. ഇക്യൂ ഈക്വൽ പൊട്ടൻഷ്യൽ, അത് വേർഡ്സിലോട്ട് മാറ്റിയാൽ മതി. ഒരു സർഫസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ പൊട്ടൻഷ്യൽ എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊരു സർഫസ് ആണെങ്കിൽ അതിലെ ഏത് പോയിന്റിലും സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇതിനോടനുബന്ധിച്ചൊരു ചോദ്യമാണ്, ഇതിൻ്റെ മുകളിൽ ഒരു ചാർജിന് മൂവ് ചെയ്യാനുള്ള വർക്ക് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് 0 എന്ന് പറയാം. അതായത് ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ മുകളിൽ ചാർജിനെ മൂവ് ചെയ്യാൻ നമുക്ക് വർക്കൊന്നും ചെയ്യേണ്ടതില്ല. അത് അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഷോർട്ട് നോട്ട്സ് ഞങ്ങൾ എപ്പോഴും തരാറുണ്ട്. ബാക്കി സബ്ജക്ട്സിന് തന്നിരുന്നു, ഫിസിക്സിനും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഇതുപോലുള്ള ഷോർട്ട് നോട്ട്സ് മൈക്രോബിറ്റ് എന്നൊക്കെ വിളിക്കാം. ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിൽ ഡെറിവേഷൻസും നോട്ട്സും എല്ലാം അവൈലബിൾ ആണ്. ഇത് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓൾറെഡി ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിരുന്നു. അതേ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. onamexam.eduport.app പിൻഡ് മെസ്സേജിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ലൈവ് നോട്ട്സ്, എല്ലാ ലൈവിൻ്റെയും നോട്ട്സ് അതിൽ അവൈലബിൾ ആയിരിക്കും. മൈക്രോബിറ്റ് എന്ന് പറഞ്ഞ സെഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ഫിസിക്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഈ മൈക്രോബിറ്റ് അവൈലബിൾ ആക്കുന്നതായിരിക്കും കേട്ടോ. ശരി, ഇനി മറ്റൊന്ന്, നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി അല്ല ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈസി ഫിസിക്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതിൽ നമ്മൾ ഒരുപാട് ഷോർട്ട് കട്ട്സും ട്രിക്സും ഒക്കെ എക്സാമിന് തലേ ദിവസം പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും ഞാൻ പിൻഡ് മെസ്സേജിൽ വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് വെച്ചോ. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, അപ്പോൾ കണ്ടിന്യൂസ് ആഡ് ആണോ? എടാ, നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഉണ്ടാവും. ഓണം എക്സാമിന് ശേഷം നമ്മൾ തുടങ്ങുന്ന ബാച്ചാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. അപ്പോൾ അതിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2000 പേർക്കാണ് ആദ്യം ചോദിക്കുന്നത്. 2000 പേർക്കാണ് ഏർലി ബേർഡ് ഓഫറായിട്ട് നമ്മൾ ഫീസ് 4799 ഉള്ളത്. 2000 ഓൾമോസ്റ്റ് ഫിൽ ആയിട്ടുണ്ട്. എനിക്കൊന്ന് 400-500 സീറ്റോളം ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിൻഡ് മെസ്സേജിലുണ്ടാവും, രജിസ്റ്റർ ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, വാട്ട് ആർ ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എഴുതാം. ഒന്ന്, ചാർജ് അഡിക്റ്റീവ് ആണ്. ചാർജിനെ ആഡ് ചെയ്യാൻ പറ്റും. ചാർജസ് ക്യാൻ ബി ആഡഡ്. രണ്ടാമത്, ചാർജ് ഈസ് കൺസർവേറ്റീവ്. ചാർജ് നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. മൂന്നാമത്തതാണ് ഇമ്പോർട്ടൻറ്റ്, ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം
ചാർജ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ് ആയിരിക്കും. അപ്പൊ അതിന് ഇക്വേഷൻ ഫോമിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു ഇ എന്ന് എഴുതാൻ പറ്റും. റെഡി. ഇനി സ്റ്റേറ്റ് കൂളോംസ് ലോ, അതുപോലെ അതിൻ്റെ ഇക്വേഷൻ എഴുതാനും. കൂളോംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പറയാം, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, അട്രാക്ഷൻ ആയാലും റിപ്പൾഷൻ ആയാലും, ആ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് Q1 ഇൻറ്റു Q2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ അത് ഇക്വേഷൻ ആക്കി വരുമ്പം F ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ എന്ന് എഴുതാം. എയർ ആണെങ്കിൽ ഈ Kൻ്റെ വാല്യൂ 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ എന്ന് ഓർത്ത് വെച്ചാൽ നന്ന്. ഇതിൻ്റെ വെക്ടർ ഫോം പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, സിമ്പിൾ 1 മാർക്ക് ചോദ്യമായിട്ട് വെക്ടർ ഫോം ചോദിക്കാറുണ്ട്. ഇനി സെക്കൻഡ് ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുടെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്യാൻ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുടെ കപ്പാസിറ്റൻസ്. അപ്പോൾ അതിനുവേണ്ടി ഒരു സിമ്പിൾ ഫിഗർ വരയ്ക്കാം. അതായത് ഒരു പോസിറ്റീവ് പ്ലേറ്റ് എടുക്കുന്നു, അതേ ഏരിയയിലുള്ള മറ്റൊരു നെഗറ്റീവ് പ്ലേറ്റ് എടുക്കുന്നു, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യുക, പോസിറ്റീവ് ടു നെഗറ്റീവ്, അവർക്കിടയിലുള്ള സെപ്പറേഷനിലെ ഗ്യാപ്പ് ഡി ആന്ന് പറയാം, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആന്ന് എഴുതി വെക്കാം. ഇനി നമ്മളിവിടെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ C ഈസ് ഈക്വൽ ടു Q ബൈ V എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. അതിൽ ചാർജ് Q ഈസ് ഈക്വൽ ടു ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും Qൻ്റെ സ്ഥലത്ത്. സിമിലർലി പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു E ഇൻറ്റു ഡി, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സെപ്പറേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Qക്ക് പകരം സിഗ്മ ഇൻറ്റു എ വരും, Vക്ക് പകരം E ഇൻറ്റു ഡി വരും. വന്നല്ലോ. ഇനി ആ കാണുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് ഇവർക്കിടയിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റിൻ്റെ ഇടയിലുള്ള അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിഗ്മയും ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ഫൈനൽ ആൻസർ C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ബൈ ഡി എന്ന് കിട്ടും. ഇതൊരു 2 മാർക്ക് ഡെറിവേഷൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചോദ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവർക്കിടയിൽ ഞാൻ ആരെ വെക്കുകയാണ്, ഒരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ ഇൻസുലേറ്റർ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പറയാം അവിടെ കപ്പാസിറ്റൻസ് കൂടും, കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. എപ്പോൾ നടുവിൽ ഇൻസുലേറ്റർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊന്നാണ് സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള ഷുവർ ആയിട്ടുള്ള മറ്റൊരു ഡെറിവേഷൻ. സീരീസും പാരലലുമായിട്ട് കപ്പാസിറ്റർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നോക്കുകയല്ലേ. അപ്പോൾ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിഗർ വരയ്ക്കാം. ഒരാളെ കപ്പാസിറ്റൻസ് C1, മറ്റാൾ C2, അതിന് സീരീസ് ആയി വന്നാൽ ചിലപ്പോൾ ഒരാളും കൂടി വേണമെന്ന് പറയും. അപ്പോൾ ഒരാളും കൂടി C3 കൂടി അവിടെ സീരീസ് ആയി വെച്ചാൽ മതി. പ്രോസസ്സൊക്കെ സെയിം ആണ്, ജസ്റ്റ് ഇക്വേഷനിൽ പ്ലസ് എന്ന് പറഞ്ഞാൽ V3 അല്ലെങ്കിൽ C3 എന്ന് പറഞ്ഞ ടേം വരുന്നുള്ളൂ. അപ്പോൾ സീരീസ് ആയി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആയിരിക്കും, ചാർജ് സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുകയാണ് അവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ളത് പൊട്ടൻഷ്യൽ ആണ്. V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 എന്ന രീതിയിൽ എഴുതുന്നു. ഇനി അവിടെ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാ, V ഈസ് ഈക്വൽ ടു Q ബൈ C എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ V ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരും. ഇത് രണ്ടുപേർക്കും പകരം നമ്മൾ വെക്കുന്ന കപ്പാസിറ്റൻസിൻ്റെ പേരാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും, V1 പകരം Q ഡിവൈഡഡ് ബൈ C1 എന്ന് എഴുതും, അതേപോലെ V2 പകരം Q ഡിവൈഡഡ് ബൈ C2 എന്ന് എഴുതും. എന്തുകൊണ്ടാണ് Q1 Q2 ഒന്നും ഇല്ലാത്തത്, ഇവിടെ ചാർജ് സെയിം ആണ്. അപ്പോൾ എല്ലാ ക്യൂവും നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 1/C എഫക്റ്റീവ്നെസ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. ഈ രീതിയിൽ സീരീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കുറയുകയാണ് ചെയ്യുക എന്ന് ഓർത്ത് വെക്കുക. സിമിലർലി പാരലൽ കേസ് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞാൽ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഫിഗർ നിങ്ങൾ വരയ്ക്കുക ആൻഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടി ഇവിടെ ചെയ്താൽ മതി. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണെങ്കിൽ ഇവിടെ ചാർജ് ആയിരിക്കും ഡിഫറൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ V ഈക്വൽ ടു V1 പ്ലസ് V2 എഴുതിയ പോലെ ഇവിടെ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2. ആൻഡ് ഇവിടെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാ, ഇവിടെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V. ആ വാല്യൂ പ്രകാരം എഴുതി കഴിഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു C എഫക്റ്റീവ്നെസ് ഇൻറ്റു വോൾട്ടേജ് ഈസ് ഈക്വൽ ടു Q1 ഈക്വൽ ടു C1 ഇൻറ്റു V പ്ലസ് Q2 ഈസ് ഈക്വൽ ടു C2 ഇൻറ്റു V. V സെയിം ആയതുകൊണ്ട് V1 V2 ഉണ്ടാവില്ല. എല്ലാ ടേമിലും V ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ C1 പ്ലസ് C2 ആയിരിക്കും എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. പാരലലായി വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂടുമെന്ന് ഓർത്ത് വെക്കുക. സോ സീരീസ് വെച്ചാൽ കപ്പാസിറ്റൻസ് കുറയും, പാരലൽ വെച്ചാൽ കപ്പാസിറ്റൻസ് കൂടുമെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ചോദ്യം, ഇലക്ട്രിക് ഫീൽഡ് ലൈനുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്
എന്തൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ പ്രത്യേകത? ഒന്ന്, പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിലോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. രണ്ട്, അത് ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാക്കില്ല. ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കുമോ? അതായത് പോസിറ്റീവിൽ തുടങ്ങി കഴിഞ്ഞാൽ അത് നെഗറ്റീവിൽ അവസാനിക്കും, അല്ലാതെ നെഗറ്റീവിൽ നിന്ന് തുടങ്ങുമോ? ഇല്ല, ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കില്ല. മറ്റൊന്നാണ് ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതിലെ ഒരു പോയിന്റിൽ ഞാൻ ടാൻജന്റ് വരച്ചു. ആ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും എന്നുള്ള ആ പോയിന്റ് എഴുതി വെക്കുക. ലാസ്റ്റ് വൺ, രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പരസ്പരം കൂട്ടിമുട്ടില്ല. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പരസ്പരം കൂട്ടിമുട്ടില്ല. അത് സെപ്പറേറ്റ് ചോദ്യമായിട്ട് ചോദിക്കും. അപ്പോൾ അതിന്റെ റീസൺ നിങ്ങൾക്ക് ഇവിടെ വെച്ച് എഴുതാൻ പറ്റും. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടുക എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ വരും എന്നുള്ളൊരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ഇതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റെഡി? ഇനി മറ്റൊന്നാണ് ചാപ്റ്റർ 1 ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡെഫിനീഷൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഡെഫിനീഷൻ നിങ്ങൾ എഴുതി വെച്ചേക്കാം. നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ്, ഈ വേർഡ് എഴുതണം. നോർമലി പെർപെൻഡിക്കുലർ എന്നും എഴുതാം. എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണോ ഒരു സർഫസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സിനെ ഫൈ ഇ എന്ന് എഴുതാം. ഈ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഫൈ എന്ന് എഴുതണം. അതിൻ്റെ ഇക്വേഷൻ ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എന്നാണ്. ഇ ഡി എസ് കോസ് തീറ്റ എന്നാണ്. ഇനി അതിൻ്റെ എസ് ഐ യൂണിറ്റ് നിങ്ങളോട് ചോദിക്കും. വോൾട്ട് മീറ്റർ എന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. എസ് ഐ യൂണിറ്റ് ചോദിക്കാറുണ്ട്, വോൾട്ട് മീറ്റർ. പല കുട്ടികൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആയിട്ട് പോയിട്ട് ചെയ്ത് മറ്റേ നിങ്ങൾ അവിടെ പഠിക്കുന്ന വെബർ ഇതും അല്ല. വെബർ ആരാണ്? വെബർ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഏതാണ്? അത് വോൾട്ട് മീറ്റർ ആണ്. കുട്ടിയെ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, തെറ്റിക്കരുത്. മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് വെബർ. ഇലക്ട്രിക് ഫ്ലക്സ് ഏതാണ്? നമ്മളുടെ വോൾട്ട് മീറ്റർ ആയിരിക്കും. റെഡി? നെക്സ്റ്റ്, ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മളോട് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഫൈ ഈസ് ഈക്വൽ ടു 1/0 ഇൻറ്റു ക്യൂ. അങ്ങനെ എഴുതരുത്. വാട്ട് ഈസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേംസ് അല്ലെ വേർഡ്സിൽ എഴുതണം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 1/0 ഇൻറ്റു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ്. എന്നിട്ട് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഫൈ ഈസ് ഈക്വൽ ടു 1/0 ഇൻറ്റു ക്യൂ എൻക്ലോസ്ഡ് എഴുതി കഴിഞ്ഞാൽ ഓക്കെ ആണ്. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. ഇനി അടുത്തത് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ, അതുമായി ബന്ധപ്പെട്ട 3 ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലെ ഏതെങ്കിലും ഒന്ന് ഷുവർ ആണ്. അതിൽ മോസ്റ്റ് ചാൻസ് ഉള്ള നിങ്ങൾ മസ്റ്റ് ആയിട്ട് ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചിരിക്കേണ്ടതാണ് ലോങ് വയറിന്റെ കേസ്. ഒരു ലോങ് വയർ അല്ലെ ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്ടർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു കണ്ടക്ടർ ഉണ്ട്, അതിന്റെ ലെങ്ത് എത്ര ആയിക്കോട്ടെ, ആ കണ്ടക്ടറിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ്. അതിന്റെ ഡെറിവേഷൻ നമ്മളുടെ മൈക്രോബിറ്റിൽ ഞാൻ വെക്കാം. ആൻഡ് അതിന്റെ ഇന്റഗ്രേഷൻ ഒന്നും ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ അത് നോട്ട് നോക്കി പഠിച്ചാൽ മതി. അതിന്റെ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയിൽ വേണം. E ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2πr/0. ഈ കാണുന്ന ലാംഡയുടെ പേര് നിങ്ങൾ പഠിക്കുക, ലീനിയർ ചാർജ് ഡെൻസിറ്റി. എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നാണ് കേട്ടോ. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നാണ്, അത് ഓർത്ത് വെക്കണേ. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത കൂടുതൽ പ്രോബിലിറ്റി ഉള്ള ഏതാ അറിയോ? ആ ഷെല്ല് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്, അല്ലെങ്കിൽ ഹോളോസ്പിയർ എന്ന് പറഞ്ഞൊരു ഡെറിവേഷനും കൂടി ഉണ്ട്. അത് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതും പഠിച്ചു വെച്ചോ, ഒരു നഷ്ടം വരില്ല. ഒന്നെങ്കിൽ ഈ ലോങ് വയറും അല്ലെങ്കിൽ സ്പിയർ വരാനാണ് കൂടുതൽ ചാൻസ്. വരികയാണെങ്കിൽ ഇത് 4 മാർക്കിനാണ് വരിക. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ആ സ്കോർ ചെയ്യാൻ പറ്റും. ഡെറിവേഷനാണ്, ഇവിടെ വേറെ ഒന്നും എക്സ്ട്രാ നിങ്ങൾക്ക് ചിന്തിക്കാനില്ല. കാണാതെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുകയും ചെയ്യുക. ഇനി കൺസെപ്റ്റിലൊന്നും ആലോചിച്ചിരിക്കേണ്ട, ഫൈനൽ മൊമെന്റിൽ അത് പഠിക്കാം. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഈ ഹോളോ സ്പിയർ അല്ലെങ്കിൽ ഷെല്ലുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. സെക്കൻഡ് ചാപ്റ്ററിലും ഇതേ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു കാറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഗുഹയുടെ അകത്ത് ലിഫ്റ്റിൻ്റെ അകത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിന്നൽ ലൈറ്റ്നിങ് ഏൽക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല എന്ന് നിങ്ങൾ പറയാം. ആൻഡ് അതിൻ്റെ റീസൺ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ വേർഡ് എഴുതി വെച്ചാൽ മതി, ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നുള്ള വേർഡ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം, ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിൻ്റെ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും എന്നങ്ങ് എഴുതി വെച്ചേക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ വിൽ ബി ഈക്വൽ ടു 0. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആയുള്ള പല ഡിവൈസിനെയും സെക്യൂർ ആക്കാനും മിന്നലിൻ്റെ സമയത്ത് നമുക്ക് രക്ഷ നേടാനൊക്കെ നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഞാൻ നേരത്തെ
ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിനുള്ള ഉത്തരം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇതും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലനേഷൻ ചോദിക്കും, അത് നിങ്ങൾ ഭംഗിയായിട്ട് എഴുതി വെച്ചേക്കാം. ഇനി ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ട ഡെഫിനീഷൻസ് കൂടുതൽ വരാറുണ്ട്. പല കുട്ടികളും ഇവിടെ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനീഷൻ എന്ത് ചെയ്യില്ല, പഠിക്കില്ല, ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം പഠിക്കും. പക്ഷെ ആ ഡെഫിനീഷൻ എഴുതാൻ പലർക്കും അറിയില്ല. മക്കളെ, കൺസെപ്റ്റ് അറിയാൻ നിങ്ങൾക്ക് ഡെഫിനീഷൻ എഴുതാൻ പറ്റും. ആദ്യം ഇലക്ട്രിക് ഡൈപോൾ എന്താ ആലോചിച്ചേ? ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇനി അതിൽ തന്നെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? വളരെ സിമ്പിളാണ്. അവിടെയുള്ള ചാർജും അവർക്കിടയിലുള്ള സെപ്പറേഷനും തമ്മിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കുക പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഡെഫിനീഷനാണ്. ഡെഫിനീഷൻ പഠിക്കുക. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ P = Q × 2A എന്നാണ്. ഇനി ഇയാൾ വെക്റ്റർ ആണോ സ്കേലാർ ആണോ എന്നൊക്കെ ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയാം ഇയാൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലോട്ടാണ് അയാളുടെ ഡയറക്ഷൻ എന്ന് ഓർത്ത് വെക്കുക. അതിന്റെ SI യൂണിറ്റ് ഏതായാലും കാണുമല്ലേ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ, പോസ് ചെയ്ത് കമന്റ് ചെയ്യുക. പല ആൾക്കാരും കമന്റ് ചെയ്യാൻ പോകുന്നത് CM എന്നായിരിക്കും, ചെയ്യരുത്. ഇതിന്റെ ഫുൾ ഫോം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഇത് സെന്റിമീറ്റർ എന്ന് പലർക്കും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ഡെറിവേഷൻ ഉണ്ട്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു യൂണിഫോം ആയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഞാനൊരു ഡൈപോളിനെ പ്ലേസ് ചെയ്തു. ഒരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്ത് കണ്ടു. നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് അങ്ങനെയാണെങ്കിൽ ഈ ഡൈപോളിന് എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ വായിച്ചേ, വാട്ട് ഹാപ്പൻസ്. അപ്പോൾ നിങ്ങൾ പറയാ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ ആ ഡൈപോളിന് ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും, ആ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ നിങ്ങൾ മറക്കരുത്. ഡൈപോൾ എന്ത് ചെയ്യും? ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കാരണക്കാരനല്ല, അതിൻ്റെ പിറകിലുള്ള ടോർക്കിൻ്റെ ഡെറിവേഷൻ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ടോർക്കിൻ്റെ ഡെറിവേഷൻ എഴുതാൻ നിങ്ങൾ ടോർക്ക് ടോ = ഫോഴ്സ് × പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ടോർക്കിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ Q × E ആണ്. അത് സൈഡിലൊന്ന് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് 2A sin θ എന്ന് ലാസ്റ്റ് മൊമെന്റ് ആണ്. നിങ്ങൾ കാണാതെ അങ്ങ് പഠിച്ചേക്ക്. ഓക്കെ, ലാസ്റ്റ് മൊമെന്റ് ആണ്, കാണാതെ അങ്ങ് പഠിച്ചേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Fന്റെ പകരം Q × E എഴുതി, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് പകരം 2A sin θ എഴുതി. അപ്പോൾ ഇതിൽ Q × 2A എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ Q × 2Aക്ക് പകരം ഞാൻ P എന്ന് എഴുതി, ബാക്കി E sin θ. സോ ടോർക്ക് ടോ = PE sin θ. ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഞാൻ തരട്ടെ. എപ്പോഴാണ് ടോർക്ക് മാക്സിമം, ടോർക്ക് മിനിമം എന്നൊന്ന് കമന്റ് ചെയ്യും. വീഡിയോ പോസ്റ്റ് ചെയ്ത് കമന്റ് ചെയ്യണം. നിങ്ങൾ കമന്റ് ചെയ്ത് നോക്ക് കേട്ടോ, കമന്റ് ചെയ്ത് നോക്ക് കേട്ടോ. ഇനി വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ലൈക്ക് ചെയ്യും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും. നിങ്ങൾ ഒരു കാരണവശാലും അത് മടിക്കരുത്. ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു മടിയും കാണിക്കേണ്ട. നിങ്ങൾ ഷെയർ ചെയ്തോ, ആർക്കും നഷ്ടം വരില്ല കേട്ടോ. ഇനി ഇയാളുമായി ബന്ധപ്പെട്ട സെക്കൻഡ് ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ് ഡൈപോളിന്റെ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ. സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ ഡൈപോൾ മൊമെന്റ് വരികയാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് ഞാൻ ഡൈപോളിൽ എങ്ങനെ വെച്ചു, എങ്ങനെ ഇവിടെ മൈനസ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ചാർജ്. അപ്പം നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ? യെസ്. ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാ? 0 ഡിഗ്രിയാണ്. ആ സമയത്ത് അവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, നെറ്റ് ടോർക്കും എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അന്നേരം മിനിമം ആയിരിക്കും. -PE ആണെന്ന് ഓർത്ത് വെച്ചാൽ നല്ല കാര്യം. ഓക്കെ, റെഡി അല്ലേ? ഒന്നുകൂടി പറയാം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിലെ സെയിം ഡയറക്ഷനിൽ ഡൈപോൾ മൊമെന്റ് അലൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെന്റ് സെയിം ഡയറക്ഷൻ, ആംഗിൾ തീറ്റ, നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0. പക്ഷേ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? -PE എന്നായിരിക്കും. ഇനി നേരെ തിരിച്ച് ചിന്തിച്ചേ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകുമ്പോൾ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെന്റ്. അതായത് അവർക്കിടയിൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അവിടുത്തെ നെറ്റ് ഫോഴ്സും 0 ആയിരിക്കും, നെറ്റ് ടോർക്കും 0 ആയിരിക്കും. ഇക്വിലിബ്രിയം അത് രണ്ടും 0 ആണ്. എന്നാൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. അത് +P × E ആയിരിക്കും. ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി തേർഡ് ചാപ്റ്ററിലേക്ക് വരാം. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. പല കുട്ടികളോട് ഓംസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ V = IR എന്ന് എഴുതി വെക്കും. മക്കളെ, മണ്ടത്തരം ചെയ്യല്ലേ. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതണം. സ്റ്റേറ്റ്മെന്റ് എന്താ? അവിടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ
ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നാണ്. പലകുള്ളും തിരിച്ച് എഴുതാറുണ്ട്, അതിന് മാർക്ക് തരും. വി പ്രൊപ്പോർഷണൽ ടു ഐ അല്ല, ശരിക്കും ഐ പ്രൊപ്പോർഷണൽ ടു വി ആണ്. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് 1/r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ എഴുതണം, ഇക്വേഷൻ എഴുതണം. പക്ഷെ അതിൻ്റെ വെക്ടർ ഫോം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. വെക്ടർ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം ജെ എന്ന് പറഞ്ഞാൽ കറന്റ് ഡെൻസിറ്റി. ജെ എന്ന് പറഞ്ഞാൽ കറന്റ് ഡെൻസിറ്റി ഐ ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പോൾ കറന്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെ എഴുതാം. ഓർ ഇങ്ങനെ എഴുതാം, ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി റോ ഇൻറ്റു ജെ. ഇത് രണ്ടും വെക്ടർ ഫോം ഓഫ് ആരാണ്? ഓംസ് ലോ ആണ്. ഓർത്ത് വെക്കുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ജെ എന്ന് പറഞ്ഞാൽ കറന്റ് ഡെൻസിറ്റി ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആണ്. ഇനി ഈ ഇക്വേഷൻ ആണ് എഴുതുമെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു റോ റെസിസ്റ്റിവിറ്റി ആണ് എന്നുള്ള ടേംസ് ഓർത്ത് വെക്കുക. ടേംസ് ഒക്കെ എഴുതാൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താന്ന് ചോദിക്കും. അതിൻ്റെ വാട്ട് ഈസ്, അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചേക്കുക, ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തു. ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്തു, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടല്ല, സെല്ലിൽ കണക്ട് ചെയ്തിട്ടാണ്. അങ്ങനെ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം അവിടുത്തെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഡ്രിഫ്റ്റ് ചെയ്യും. ഇലക്ട്രോൺസ് ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആവറേജ് വെലോസിറ്റി, അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കണം, വെലോസിറ്റി അല്ല. ദ ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി അതുമായി ബന്ധപ്പെട്ട എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല എക്സ്പ്രഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷനാണ് വി ഡി ഈസ് ഈക്വൽ ടു ക്യു ഇ ടോ ഡിവൈഡഡ് ബൈ എം. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്, നമ്മുടെ മൈക്രോബിറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങളത് പഠിക്കണം. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഇക്വേഷനെങ്കിലും പഠിക്കുക. മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ചിലപ്പോൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഐ ഈസ് ഈക്വൽ ടു എൻ എ വി ഡി ഇ. എൻ എ വി ഡി ഇ അല്ലെ എൻ എ ഇ വി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? എൻ എ ഇനെ എങ്ങോട്ട് കൊണ്ടുവന്നുള്ള ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഡെറിവേഷൻ ഓർത്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് ഈ ഡെറിവേഷനും ഈ ഡെറിവേഷനെങ്കിലും ഓർത്ത് വെക്കുക. വേറെ ഈ ഡെറിവേഷൻസ് ഉണ്ട്, അത് ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല. ഇതിൽ ഉറപ്പായി ചോദിച്ചിരിക്കും ഡ്രിഫ്റ്റ് വെലോസിറ്റി ആ ഡെറിവേഷനോ അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉപയോഗിച്ചിട്ട് കറണ്ടിന്റെ ഈ ഇക്വേഷനോ ഡിറൈവ് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചിരിക്കും വിത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ എന്ത് എക്സ്പ്ലനേഷൻ. ഷുവർ ആണ്, ഉറപ്പാണ്. തേർഡ് ചാപ്റ്ററിൽ അത്രയ്ക്ക് സാറിന് കോൺഫിഡൻസ് ഉള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ഗ്യാരണ്ടിയാണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നിങ്ങളോട് എന്ത് ചെയ്യും? നിങ്ങൾ ഡ്രോ ചെയ്ത് ഡിറൈവ് ചെയ്ത് അതിൻ്റെ എന്തുണ്ടാവും? കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമിന് എഴുതാൻ വേണ്ടിയുള്ള ഒരു സിമ്പിൾ ഡെറിവേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതാ ഇവിടെ ഒരു സെല്ല് കൊടുക്കുക, അതിൻ്റെ EMF കൊടുക്കുക, പിന്നെ ഈ ജംഗ്ഷന് എ എന്ന് പേര് കൊടുക്കുക, ഈ ജംഗ്ഷന് ബി എന്ന് പേര് കൊടുക്കുക, ഈ ജംഗ്ഷന് സി എന്ന് കൊടുക്കുക, ഈ ജംഗ്ഷന് ഡി എന്ന് കൊടുക്കുക. ഇനി ഇവിടെ റെസിസ്റ്റൻസ് പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പേര് R1, ഇതിൻ്റെ പേര് R2, പേരൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ കൊടുത്തോ. നിങ്ങൾ ഇവിടെ R1 കൊടുത്തു, ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ R4, ഇവിടെ R3, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. കറസ്പോണ്ടിങ് ആയിട്ട് അതിലൂടെ ഒഴുകുന്ന കറണ്ട്, ഇത് R2 ആണെങ്കിൽ അവിടെ I2 എന്ന് എഴുതിയേക്ക്. ഇവിടെ നിങ്ങൾ R1 എന്ന് എഴുതി, അപ്പോൾ അവിടെ എന്ത് ചെയ്തോളൂ? I1 എന്ന് എഴുതിക്കോ. ഇനി ഇവിടെ നിങ്ങൾ RA എന്നാണ് എഴുതി, അല്ലെങ്കിൽ X എന്ന് എഴുതിയോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താണോ എഴുതിയത് അതിൻ്റെ കറണ്ടായിട്ട് എഴുതി വെക്കുക. അപ്പോൾ അതേപോലെ ഇവിടെ I1 ഉണ്ട്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I3 ഉണ്ട്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I4 ഉണ്ട്. ഇനി നടുവിലൊരു ഗാലനോമീറ്റർ ഉണ്ട്. ഗാലനോമീറ്ററിൽ ഒഴുകുന്ന കറണ്ട് IG എന്ന് എഴുതി വെക്കാം. ഗാലനോമീറ്റർ കറണ്ട്. ഇനി ഒരു ഉഡായിപ്പ് ഡെറിവേഷനാണ്. സത്യം പറഞ്ഞാൽ ഇത് എഴുതിയാൽ മതി, എക്സാം ഇത് എഴുതിയാൽ മാർക്ക് കിട്ടും. അപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറയാണ് അറ്റ് ബാലൻസിങ് കണ്ടീഷൻ. എന്താണ് അറ്റ് ബാലൻസിങ് കണ്ടീഷൻ? നമുക്കറിയാം ബാലൻസ്ഡ് കണ്ടീഷൻ അല്ലെ ബാലൻസിങ് കണ്ടീഷൻ ആണെങ്കിൽ ഈ കാണുന്ന IG എന്തായിരിക്കും? ഈ കാണുന്ന ഗാലനോമീറ്റർ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ബാലൻസ് കണ്ടീഷൻ എടുത്ത് അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകുമോ? ഇല്ല, ഇതിലൂടെ കറണ്ട് ഒഴുകൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ലൂപ്പ് എടുക്കുന്നു, ഈ ലൂപ്പ് എടുക്കുന്നു, ഈ ലൂപ്പ് എടുത്തു, ഇതാ ഈ കാണുന്ന ലൂപ്പ് എടുത്തു, ഈ കാണുന്ന ലൂപ്പ് ABDA. ആ ലൂപ്പിൽ ഒഴുകുന്ന കറണ്ട് ഏതാ? I2 × R2. I2 × R2. അതെന്തിന് ഈക്വൽ ആയിരിക്കും അറിയോ? ഇത് ബാലൻസ്ഡ് അല്ലേ, അപ്പോൾ ഇവിടെ കറണ്ട് 0 ആയതുകൊണ്ട് ഇവിടുത്തെ ടേം എഴുതണ്ട. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര? ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I1 R1 അതിന് ഈക്വൽ ആയിരിക്കും. I1 R1 എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ.
കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് സംഭവം കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതും കൺഫ്യൂഷൻ ആക്കണ്ട. I2 R2 = I1 R1. അപ്പോൾ ഇവിടെ ഒഴുകുന്ന കറണ്ട് ഇൻ റെസിസ്റ്റൻസ് ഇതിലൊഴുകുന്ന കറണ്ട് ഇൻ റെസിസ്റ്റൻസ്. പരിപാടി കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ അതേപോലെ ഉണ്ടാവും. ഇവിടെ ആയിരിക്കും ഇവിടെ ഒഴുകുന്ന കറണ്ട് എത്ര? I4 × R4 = ഇവിടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് I3 × R3. പക്ഷെ ഇതിന് മസ്റ്റായിട്ട് ആദ്യം എന്ത് എഴുതണം? അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ ഗാലനോമീറ്റർ കറണ്ട് 0 എന്നുള്ള കണ്ടീഷൻ എഴുതണം. അപ്പോൾ ഇത് രണ്ടും കിട്ടിയല്ലോ, ഇത് രണ്ടും കിട്ടിയല്ലോ. എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1/2 അല്ലെങ്കിൽ 2/1 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? R1/R2 = R3/R4. ആ സാധനം കിട്ടും. അല്ലെ നിങ്ങൾ എന്താണോ നെയിം കൊടുത്ത് ആ സാധനം കിട്ടും. A/B = C/D. അങ്ങനെയല്ല, നിങ്ങൾ എന്താണോ നെയിം കൊടുത്ത് അത് കിട്ടും. അപ്പോൾ സിമ്പിൾ ഡെറിവേഷൻ ആണ്, പഠിക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ താഴെ ഒരു ഗ്രീൻ ടിക്ക് ഇടുക കേട്ടോ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഗ്രീൻ ടിക്ക് ലൈക്ക് ചെയ്ത് ഉറപ്പെടുത്തുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ പലരും സബ് ചെയ്തിട്ടുണ്ടാലും ഒന്ന് ചാനൽ സബ് ചെയ്തേക്ക്. നെക്സ്റ്റ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഗാലനോമീറ്റർ. ഗാലനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങളോട് വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. 4 മാർക്ക് ചിലപ്പോൾ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചേക്കാം. ഒരു ഗാലനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ പോൾസ്, നോർത്ത് പോള് സൗത്ത് പോള്, അതിന്റെ ഇടയിലാണ് നമ്മൾ ആര് വെക്കുന്നത്? ഇയാളെ പേരാണ് കോയിൽ. ഈ വട്ടത്തിലുള്ള ചെങ്ങാതിന്റെ പേരാണ് കോയിൽ. കറണ്ട് കടത്തി വിടാൻ പറ്റും. ആ കോയിലിന്റെ നടുവിൽ ആരുണ്ടാവും? ഒരു സ്പ്രിങ് ഉണ്ടാവും. അപ്പൊ കോയിൽ കറങ്ങുമ്പോൾ സ്പ്രിങ് ഇങ്ങനെ കംപ്രസ് ആവും. സ്പ്രിങ് തിരിച്ച് അൺവൈൻഡ് ചെയ്യുമ്പം കോയിൽ തിരിച്ച് കറങ്ങും. സിമ്പിൾ ലോജിക്. ആൻഡ് ആ കോയിലിൻ്റെ ഒരറ്റത്ത് ഒരു പോയിന്റർ ഉണ്ടാവും. ആൻഡ് അവിടെ ഒരു സ്കെയിൽ ഉണ്ടാവും. നമുക്ക് റീഡിങ് എടുക്കാൻ വേണ്ടിയുള്ള സ്കെയിൽ ഉണ്ടാവും. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഗാലനോമീറ്ററിന് എന്തെങ്കിലും ഡിവൈസിൽ നമ്മളൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യല്ലോ. അപ്പോൾ ഈ കോയിലിലോട്ട് കറണ്ട് ഒഴുകും. ആ കോയിൽ എവിടെ നിൽക്കുന്നത് നോക്ക്. ഈ കോയിൽ നോക്കൂ, ഈ കറണ്ട് ക്യാരിയിങ് കോയിൽ എവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ളത്? ആ കറണ്ട് ക്യാരിയിങ് ലൂപ്പിലെ കോയിൽ പ്ലേസ് ആയിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുന്ന കറണ്ട് ക്യാരിയിങ് ലൂപ്പിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അയാൾ കറങ്ങും. അപ്പം നമ്മൾ കറണ്ട് ഇതിലൂടെ കടത്തി വിടുമ്പോൾ നമ്മളെ കോയിൽ ഇങ്ങനെ കറങ്ങും. കോയിൽ കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് പോയിന്റർ ഇങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഈ കോയിൽ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചാരും ഉണ്ടാവും? നമ്മളുടെ ഈ സ്പ്രിങ് കംപ്രസ് ആവും. അപ്പോൾ അത് രണ്ടും ബാലൻസ് ആവുന്ന കണ്ടീഷനാണ്. അപ്പോൾ അത് സാറ് വളരെ സിമ്പിൾ ടേംസിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയോ. If a current carrying rectangular loop is placed in uniform magnetic field, it will experience a torque and it rotate. ഞാൻ പറയില്ലേ, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ലൂപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ അയാൾ കറങ്ങും. അപ്പോൾ അയാൾ കറണ്ട് കടത്തിയിട്ടപ്പം നമ്മളെ ലൂപ്പ് എന്ത് ചെയ്തു? നമ്മളെ കോയിൽ കറങ്ങി. രണ്ടാമതായിട്ട് എഴുതാം, ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പ്രിങ് ഉണ്ടാവും. അതിനോട് അറ്റാച്ച് ചെയ്ത ഒരു സ്പ്രിങ് ഉണ്ടാവും. ആ സ്പ്രിങ് കംപ്രസ് ആവും. അപ്പോൾ ആ സ്പ്രിങ് എന്ത് ചെയ്യും? വൈൻഡ് ചെയ്യും, കംപ്രസ് ആവും. ഓക്കെ. ഇറ്റ് വിൽ പ്രൊവൈഡ് എ റീസ്റ്റോറിംഗ് ടോർക്ക്. സ്വാഭാവികമായിട്ട് ഇയാൾ കംപ്രസ് ആകുമ്പോൾ അയാൾക്ക് തിരിച്ചു പോകാൻ ടെൻഡൻസി ഉണ്ടാവും അല്ലേ? ആൻഡ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ബാലൻസിലല്ലേ, ഇക്വിലിബ്രിയത്തിൽ എത്തൂലേ? അപ്പോൾ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ഗാലനോമീറ്റർ, അതായത് ഗാലനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ സ്കെയിൽ റീഡിങ് അത് ആ പോയിന്റർ എവിടെ എത്തുന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ പോയിന്റ് ഞാൻ എന്താ എഴുതി വെച്ചേ? അതെന്നെ വായിക്കാം. പ്രൊപ്പോർഷണൽ ടു, അതായത് എത്രയാണോ അവിടുത്തെ ഡിഫ്ലക്ഷൻ എത്രയാണോ ആ ഡിഫ്ലക്ഷനെ ഫൈ എന്നാണ് വിളിക്കുക. അത് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. അതിനർത്ഥം കൂടുതൽ കറണ്ട് വന്നാൽ കൂടുതൽ ഡിഫ്ലക്ഷൻ, കുറച്ച് കറണ്ട് വന്നാൽ കുറച്ച് ഡിഫ്ലക്ഷൻ. അപ്പോൾ ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഗാലനോമീറ്റർ. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനും നിങ്ങളോട് ചോദിക്കും. ഡെറിവേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: ടോർക്ക് ആക്ടിങ് ഓൺ ദ കറന്റ് ക്യാരിയിങ് കോയിൽ. ഈ കറന്റ് ക്യാരിയിങ് കോയിലിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ ടോ = NIAB ആണ്. സിമിലർലി അപ്പോൾ ആ സ്പ്രിങ്ങിന് തിരിച്ച് അങ്ങോട്ടുള്ള റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാവും. ആ റീസ്റ്റോറിംഗ് ടോർക്ക് = K × φ. φ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ, എത്രത്തോളം ഡിഫ്ലക്ഷൻ ആയി എന്നുള്ളതാണ്. K എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പം ഈ ടോർക്കും എന്താവും? ഈക്വൽ ആവും. അപ്പോൾ NIAB = K∅ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. NIAB = K∅ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ ഐനെ അവിടെ വെക്കുന്നു, NABനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ I = K / NAB × φ. ഈ K / NAB എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊപ്പോർഷണാലിറ്റി നിന്ന് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ I പ്രൊപ്പോർഷണൽ ടു φ എന്ന് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ കിട്ടി. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഗാലനോമീറ്റർ എന്ന് പറയാം. എക്സ്പ്ലനേഷൻ ചോദിക്കും, വർക്കിംഗ് ചോദിക്കും, ഇക്വേഷൻ ചോദിക്കും, ഡെറിവേഷൻ ചോദിക്കും, പിന്നെ കൺവേർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഫോർത്ത് ചാപ്റ്ററിലെ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഏത്? ആംബിയർ സർക്യൂട്ടല്ലോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ആംബിയർ സർക്യൂട്ടലിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് ചോദിക്കും. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതണം: ലൈൻ ഇൻ്റഗ്രൽ. എന്താണ്? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അലോങ് എ ക്ലോസ്ഡ് ലൂപ്പ്. അപ്പോൾ B
ഡോട്ട് ഡി എല്ലിലെ ഇൻ്റഗ്രൽ ക്ലോസ് ലൂപ്പ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ആ വട്ടം വേണം കേട്ടോ. ന്യൂ സീറോ ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് ആണ് ന്യൂ സീറോ ഇൻറ്റു അവിടുത്തെ കറണ്ട് എൻക്ലോസ്ഡ്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ന്യൂ സീറോ ഇൻറ്റു ഐ എൻക്ലോസ് എന്ന് എഴുതി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഷുവർ ഡെറിവേഷനാണ് ഒരു ലോങ് സോളിനോയിഡിൻ്റെതും അതേപോലെ തന്നെ ലോങ് വയറിൻ്റെതും. ലോങ് സോളിനോയിഡ് അല്ലെങ്കിൽ ലോങ് വയർ, ഇതിലേതെങ്കിലും ഒന്ന് വരും. വയർ ഞാനിവിടെ കാണിച്ചു തരാം, സോളിനോയിഡ് നിങ്ങൾ പഠിക്കുക കേട്ടോ. സോളിനോയിഡോ അല്ലെങ്കിൽ വയറോ ഷുവറായിട്ട് വരും. ഞാൻ വയർ കാണിച്ചു തരാം. സിമ്പിൾ വയറാണ്. ഒരു വയർ, ആ വയറിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പോയിന്റ് ഉണ്ട്. ആർ ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് ഉണ്ട്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്ന് എനിക്ക് കാണണം. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാണണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ആംബിയർ സർക്കിളിലോ എടുക്കുന്നു. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ആകുമ്പോൾ ബി ഡി എൽ കോസ് എന്ന് വരും. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളോട്ടായിരിക്കും. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളോട്ടായിരിക്കും. സിമിലർലി ഡി എൽ ലെങ്ത് എലമെൻറ്റും സെയിം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ് 0 എന്ന് എഴുതാം. ഇവിടുത്തെ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. ഈസ് ഈക്വൽ ടു ന്യൂ സീറോ ഇൻറ്റു ഐ. ബി യൂണിഫോം ആയതുകൊണ്ട് തന്നെ പുറത്തോട്ട് എടുക്കുന്നു, കോൺസ്റ്റന്റ് പുറത്തോട്ട് എടുക്കുന്നു. കോസ് 0ൻ്റെ വാല്യൂ ആണ്, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. മീൻസ് കൺസിഡർ ചെയ്യണ്ട. ബാക്കി വരെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു ന്യൂ സീറോ ഇൻറ്റു ഐ. ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ഈ ലൂപ്പിലെ അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കും. അപ്പോൾ അയാളുടെ സർക്കംഫറൻസ് എത്രയാണ്, 2π ഇൻറ്റു റേഡിയസ്. അപ്പോൾ ബി ഇൻറ്റു ഇത് സർക്കംഫറൻസ് 2πr ഈസ് ഈക്വൽ ടു ന്യൂ സീറോ ആൻഡ് ഐ. 2πr അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു ന്യൂ സീറോ ഐ ബൈ 2πr. അതേപോലെ സോളിനോയിഡ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ഓർത്തെടുക്കാൻ പറ്റുന്നത് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു ന്യൂ സീറോ എൻ ഐ എന്നാണ് കേട്ടോ. ആ ഡെറിവേഷൻ ഒന്ന് പഠിക്കുക. സോളിനോയിഡ് മസ്റ്റാണ്. ഞാൻ ഇത് മാത്രം പറഞ്ഞു, സോളിനോയിഡ് നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ എക്സ്ട്രാ പറഞ്ഞു തന്നാണ്, പഠിക്കാതെ പോകരുത്. ഇനി ഇതൊരു ലെങ്തി ഡെറിവേഷനാണ്. സമയം ഉണ്ടെങ്കിൽ ഇതും കൂടി പഠിച്ചേക്കാം. ബയോഡ് സവാർട്ട് ലോയുമായി ബന്ധപ്പെട്ട ഒരു ഡെറിവേഷനാണ്. അതായത് ഒരു ലൂപ്പ് ഉണ്ട്, ഒരു സർക്കുലർ ലൂപ്പ് അല്ലെങ്കിൽ റിംഗ് ഉണ്ട്. ആ റിങ്ങിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു ഡെറിവേഷനാണ്. അപ്പോൾ ഈ ഡെറിവേഷൻ പറ്റുവച്ചാൽ പഠിക്കുക. ഇതിൻ്റെ ഷോർട്ട് ഫോം ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോബിറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. കാരണം ഇതിൽ കുറച്ച് ഇൻ്റഗ്രേഷനോ ആ സ്റ്റെപ്പൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ പറ്റൂല, എനിക്ക് 100% ഉറപ്പാണ്. എന്നാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്കിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ വരാൻ സാധ്യതയുള്ള നല്ല ചോദ്യമാണ്. പഠിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഫിഗർ എങ്കിലും പഠിച്ച് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇത് വിട്ടുപോയത്, സമയം ഉണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഉഴപ്പരുത്. സമയം ഇല്ലെങ്കിൽ സ്കിപ്പ് ഇറ്റ്. സമയം ഉണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് പഠിക്കണം. ഇനി ലോറൻസ് ഫോഴ്സ് എന്താണ്? ലോറൻസ് ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4th ചാപ്റ്ററിൽ ഒരു ഡെഫിനേഷനാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ് Q എന്ന് പറഞ്ഞ ചാർജ് V എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റയുമാണെങ്കിൽ അയാൾക്കൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്കൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. വെറും ലോറൻസ് ഫോഴ്സ് അല്ല, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ. ഇനി അവിടെ ഇലക്ട്രിക് ഫീൽഡും കൂടി ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ടുണ്ടെങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് FE ആണ്. അതിൻ്റെ ഇക്വേഷൻ Q ഇൻറ്റു E ആണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പ്ലസ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആണ് ടോട്ടലായിട്ട് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? അതിൻ്റെ വെക്റ്റർ ഫോർമാറ്റ് ഇങ്ങനെയാണ്, Q ഇൻറ്റു E പ്ലസ് V ക്രോസ് B എന്നാണ് കേട്ടോ. V ക്രോസ് B എന്നാണ്. ആൻഡ് ഫൈനലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഇതാണ് ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണാൻ നമുക്ക് ഏത് നിയമമാണ് ഉപയോഗിക്കുക? അതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം ഷെയർ ചെയ്തോളൂ. നമ്മുടെ ലൈവിലൊക്കെ കാണാം. ലൈവിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്.